ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് CSK വേഴ്സസ് RCB മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് നാലാമത്തെ മത്സരത്തിലും RCB CSK പരാജയപ്പെടുത്തി. തുടർച്ചയായിട്ട് നാലാമത്തെ മത്സരത്തിലാണ് RCB CSK പരാജയപ്പെടുന്നത്. രജത് പട്ടിദാറിൻ്റെ ക്യാപ്റ്റൻസിയിലൊരു നേട്ടമായിട്ട് RCBക്ക് വന്നിരിക്കുകയാണ്. അതായത് ഈ IPL ഹിസ്റ്ററിയിൽ തന്നെ RCB CSK ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്ത ഒരു പീരീഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ 43 റൺസിനാണ് ഇന്ന് CSK RCB തോൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ചിന്നസ്വാമിയിൽ നടന്ന കളിയിൽ ടോസ് കിട്ടിയത് CSK ആയിരുന്നു. CSK ബോളിംഗ് തിരഞ്ഞെടുത്തു. കാരണം ഡ്യൂവിൻ്റെ ഒരു ചെറിയ ഡ്യൂ ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേസിങ് ഈസി ആയിരിക്കും. ഒരു 210 അതായത് 210-220 റൺസിൻ്റെ ഇടയിലൊക്കെ RCB ഇന്നിങ്സ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ചേസ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്കോർ ആണ് 210-220 വരെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ RCBനെ എറിഞ്ഞിടാനായിരുന്നു CSKയുടെ ശ്രമം. അപ്പോൾ തുടക്കം കോഹ്ലിയും ഫിൽസാൾട്ടുമാണ് ഓപ്പണിങ് ഇറങ്ങിയത്. അങ്ങനെ വലിയൊരു വൺ സ്റ്റാർട്ടൊന്നും ആയിരുന്നില്ല. കോഹ്ലി ഒരു 11 ബോളോളം എടുത്തു ഒരു 4 അടിക്കാനായിട്ട്. ഒരു സ്ലോ സ്റ്റാർട്ടായിരുന്നു. അതൊരു ലൈഫ് കിട്ടിയിട്ടാണ് കോഹ്ലി ഇങ്ങനെ ഒരു സ്ലോ സ്റ്റാർട്ടായത്. പിന്നെ കോഹ്ലി പുറത്താവുന്നു. ഫിൽസാൾട്ട് അത്യാവശ്യം നല്ല റൺസ് അടിച്ച് പവർ പ്ലേയിൽ ഒരു മാന്യമായ സ്കോർ ടീമിനെ എത്തിക്കുന്നു. പിന്നീട് ഫിൽസാൾട്ട് കോഹ്ലി പുറത്തതിന് ശേഷം ദേവദത്ത് പടിക്കൽ വരുന്നു. പിന്നീടാണ് RCBയുടെ ഒരു ഗിയർ ചേഞ്ച് അവിടെ നടക്കുന്നത്. ദേവദത്ത് പടിക്കൽ എന്ന് പറയുന്ന പ്ലെയർ, ആ പ്ലെയറുടെ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പല പ്ലെയേഴ്സും RCBന്ന് പോയിട്ട് ബാക്കി ടീമുകളിൽ ഇപ്പോൾ വാട്സൺ, ഹെഡ്, ക്ലാസൻ, സ്റ്റോയിൻസ്, മോയിൻ അലി അങ്ങനെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് RCBയിലുള്ളപ്പോൾ ഒന്നും കളിക്കാതെ ബാക്കി ടീമുകളിൽ പോയിട്ടൊരു ലെജൻഡറി സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വൻ കളി കളിച്ചിട്ടുണ്ട്. KL രാഹുലൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം, ആ ഒരു പേര് ദോഷമുള്ള ടീമാണ് RCB. ആ RCBയിൽ നിൽക്കുമ്പോൾ നന്നായി കളിച്ചിട്ട് ബാക്കി ടീമുകളിൽ പോയിട്ട് ഫ്ലോപ്പായി. ഇപ്പോൾ LSGയിലൊക്കെ പോയിട്ട് അവിടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു പ്ലെയറാണ് ദേവദത്ത് പടിക്കൽ. തിരിച്ച് കഴിഞ്ഞ സീസൺ RCBയിലോട്ട് വന്ന RCB ആ പ്ലെയറെ ട്രസ്റ്റ് ചെയ്ത് പുള്ളി ടീമിലോട്ട് എത്തിച്ച് പുള്ളി അവിടെ കാണിക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവല്. ഇന്നത്തെ മത്സരത്തിൽ 50, അത് എന്ത് കളിയാണ് പുള്ളി കളിക്കുന്നതെന്ന് അറിയും. ദേവദത്ത് പടിക്കൽ വന്നതോടുകൂടി RCBയുടെ ഗെയിമിൻ്റെ ഒരു പേസ് മാറുകയാണ്. ആ ഗിയർ ചേഞ്ച് അവിടെ സംഭവിക്കുകയാണ്. ഫിൽസാൾട്ടും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും കൂടി അത്യാവശ്യം നല്ലൊരു മിഡിൽ ഓവറിൽ അത്യാവശ്യം റൺസ് അടിക്കുന്നു. പിന്നീട് ഫിൽസാൾട്ട് പോകുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അനദർ ലെവൽ. RCBയുടെ ഗെയിമിൻ്റെ പേസ്, സ്കോറിങ് പേസ് വീണ്ടും കുറച്ചുകൂടി കൂടുകയാണ്. ഗിയർ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതും പട്ടിദാർ വന്നുകൊണ്ട സമയം വേസ്റ്റ് ആക്കുന്നില്ല, വന്നുടനെ അടി തുടങ്ങുകയാണ്. CSK ബോളേഴ്സ് ആസ് യൂഷ്വൽ ക്ലൂലെസ്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആസ് യൂഷ്വൽ ക്ലൂലെസ്. ഒന്നുമില്ല, ഗ്രൗണ്ടിലുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. നമ്മൾ ഫസ്റ്റത്തെ 2 കളി കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ടീമിൽ മാറ്റങ്ങളില്ല, പെർഫോമൻസിൽ മാറ്റമില്ല. ആസ് യൂഷ്വൽ ഇങ്ങനെ എറിയുന്നു, അടി കിട്ടുന്നു, ലെങ്ത്തില്ല, ലൈനില്ല. ഫീൽഡേഴ്സിൻ്റെ ഊച്ചാളി പെർഫോമൻസ് വേറെ. CSKയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല ഇത്രയും മോശം ഫീൽഡിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 സീസണായിട്ടാണ്. എന്ത് മോശം ഫീൽഡിങ്ങാണ് CSKയുടെ എന്ന് ആലോചിച്ചാൽ മതി. അത് ഏതൊക്കെ റയനെയും ബ്രാവോയും ഡൂപ്ലിസിയൊക്കെ കളിച്ച ടീമാണ്, ജഡേജയൊക്കെ കളിച്ച ടീമിലാണ് ഈ ലെവൽ ഫീൽഡേഴ്സ്. അത് പോട്ടെ, പിന്നെ എല്ലാം മുകളിൽ കൂടെ പന്ത് പോകുന്നതുകൊണ്ട് ഫീൽഡേഴ്സിന് അധികം ജോലി ഉണ്ടായില്ല. അപ്പോൾ പിന്നീട് പട്ടിദാരും ദേവദത്ത് പടിക്കലും കൂടി വമ്പനടി. അതിനിടയിൽ കഷ്ടകാലത്തിന് ഓവർട്ടൺ ദേവദത്ത് പടിക്കലിനെ ഔട്ടാക്കുകയാണ്, പുള്ളിയുടെ വിക്കറ്റ് എടുക്കുകയാണ്. അവിടുന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സ്കോറിൻ്റെ വേഗത ഒന്ന് കുറയും, ദേവദത്ത് പടിക്കൽ ഔട്ടായല്ലോ, ഇനിയിപ്പോൾ പട്ടിദാറിനെ നോക്കിയാൽ മതി. സ്പിന്നിനെതിരെ അത്രയും മികച്ച രീതിയിൽ പട്ടിദാർ കളിക്കുമെങ്കിലും ടിം ഡേവിഡ് അങ്ങനെ സ്പിന്നിനെതിരെ അങ്ങനെ കളിക്കില്ല. ഇത് കുറച്ച് മോശം സ്റ്റാറ്റ്സ് ആണ് ടിം ഡേവിഡിനെ. ഞാൻ വിചാരിച്ചു സ്കോറിൻ്റെ റേറ്റ് ഇനിയിപ്പോൾ റൺ റേറ്റ് ഒന്ന് കുറയുമെന്ന്. പക്ഷെ പിന്നീടാണ് RCB ടോപ്പ് ഗിയറിൻ്റെ അപ്പുറത്തോട്ട് ഗിയറുണ്ടെങ്കിൽ അവിടോട്ട് അവരുടെ സ്കോറിങ് റേറ്റ്, ആ ഒരു റേറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവസാനത്തെ 5 ഓവറിൽ 98 റൺസാണ് വന്നത്. അതായത് ശരാശരി ഓരോ ഓവറിന് 20 റൺസ്. എന്താണ് ആ 5 ഓവർ സംഭവിച്ചതെന്നുള്ളത് ലൈവ് കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഹൈലൈറ്റ്സ് ലൈവും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. അടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി. 19ാമത്തെ ഓവറിൽ ഓവർട്ടനൊന്നും നിലത്ത് നിന്നിട്ടില്ല. നൂർ അഹമ്മദ്, കാംബോജ്, കലീൽ, ഓവർട്ടൺ ഇവർക്കൊക്കെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 210 മാക്സിമം കൂടിപ്പോയി 220 ലെവലിലോട്ട് എത്താവുന്ന സ്കോർ 250 പോയിട്ടാണ് വന്നത്. അവസാനം ഒരു ക്യാച്ചും അതും മിസ് ഫീൽഡ് പോട്ടെ, അതൊന്നും പിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ചത്തു. 19ാമത്തെ ഓവർ കഴിഞ്ഞപ്പോഴേക്കും CSK പ്ലെയേഴ്സ് തീർന്നു, അവരുടെ പരിപാടി തീർന്നു. ഫാൻസ് പിന്നെ എന്ത് കിട്ടിയാൽ അതിന് കാര്യമാക്കണ്ട. 250 എന്ന് പറയുന്ന സ്കോറാണ് 20 ഓവർ കഴിയുമ്പോൾ RCB അവരുടെ ബോർഡിൽ ചേർക്കുന്നത്. 250. അതിൽ ടിം ഡേവിഡിൻ്റെ ഇന്നിങ്സ്, പട്ടിദാറിൻ്റെ ഇന്നിങ്സ്, അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലിൻ്റെ ഇന്നിങ്സ്, ഫിൽസാളിൻ്റെ ഇന്നിങ്സ്, പിന്നെ കോഹ്ലിയുടെ ഇന്നിങ്സ്, ഇതിലാരും അങ്ങനെ മോശം എന്ന് പറയാനില്ല.
അതിൽ തന്നെ ടിം ഡേവിഡ് അടിക്കുന്ന ഓരോ അടിക്കും 1000 ടണ്ണ് കനമാണ്. നൂർ അഹമ്മദിൻ്റെ ഒക്കെ പന്ത് ജസ്റ്റ് ഒന്ന് എന്താണ് ടൈം ചെയ്യുന്നുള്ളൂ, പന്ത് അതിർത്തി കിടക്കുകയാണ്. ഓവർട്ടനൊക്കെ ഒരു പുൾ ഷോട്ട് അടിച്ചത് പോയി വീണത് MG റോഡിലാണ്. അമ്മാതിരി അടിയായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി, കിൻഡലടി. എല്ലാ ഭാഗത്തേക്കും, ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും 6 റോൾ അടിച്ച് സ്റ്റേഡിയത്തിൻ്റെ പുറത്തോട്ട് വന്ന് വിട്ടു. കൂടുതൽ വർണ്ണിക്കാനൊന്നുമില്ല, ഒരു ടിം ഡേവിഡ് ഷോ തന്നെയായിരുന്നു ചിന്നസ്വാമിയിൽ. എല്ലാ ഭാഗത്തും 6 അടിച്ചു. അതിനൊപ്പം പട്ടിദാരും കിട്ടുന്ന അവസരം പുള്ളിയും 6 അടിക്കുന്നുണ്ടായിരുന്നു. 250 റൺസ് ടാർഗറ്റ് വെച്ചിട്ട് CSK ബാറ്റിംഗ് കാണും. ഞാൻ എക്സ്പെക്ട് ചെയ്ത് കൂടിപ്പോൾ ഒരു 220, 230 എടുക്കുകയുള്ളൂ. 250 എത്താനുള്ള ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട് നമുക്ക്. പക്ഷേ RCB മിഡിൽ ഓവറുകളിൽ ആസ് യൂഷ്വൽ അവർ മിഡിൽ ഓവറുകളിൽ ടൈറ്റ് ചെയ്യും. നമ്മളെ പോലെ ചവർ പോലത്തെ ബോളിംഗ് അല്ല, കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ബോളിംഗ് ആണ്. അവർ ഫസ്റ്റ് ഓവറിൽ തന്നെ ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പുറത്താവുന്നു. സ്ലിപ്പിലൊരു ജ്യൂസി ക്യാച്ച് ഇട്ട് കൊടുത്ത് ഋതുരാജ് ഗെയ്ക്വാദ് പോകുന്നു. തൊട്ട് പിന്നാലെ ആയുഷ് മാത്രം വരുന്നു. അദ്ദേഹവും ഒരു സിമ്പിൾ ക്യാച്ച് കൊടുത്ത് പോകുന്നു. സഞ്ജു സാംസൺ ഒരു 6 അടിക്കുന്നു. പിന്നീട് സഞ്ജു സാംസൺ പോകുന്നു. പവർ പ്ലേ തീരുന്നതിന് മുന്നേ തന്നെ 3 ടോപ്പ് ഓർഡറിലെ 3 മെയിൻ ബാറ്റ്സ്മാൻമാർ ഡഗ് ഔട്ടിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് വിജയം പോയിട്ട് തോൽവിയുടെ മാർജിൻ്റെ വലിപ്പം പോലും ചിന്തിക്കാനായിട്ട് CSK ഫാൻസിന് പറ്റുന്നില്ല. 60 റൺസിനെങ്ങാണ്ട് മുമ്പായിട്ട് തോറ്റതായിരുന്നു മുൻപത്തെ നമ്മുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. അതിനും വലിയൊരു തോൽവി ആ സമയത്ത് ഇങ്ങനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലേലത്തിൽ ഏറ്റവും മികച്ച പിക്ക് എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സർഫറാസ് ഖാനാണ്. അശ്വിനൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞു സർഫറാസ് ഖാൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഒരു നല്ലൊരു ചോയ്സായിട്ട് ഇപ്പോൾ CSK ഫാൻസ് തോന്നുന്നുണ്ടാവും. അദ്ദേഹം ഒരു കൗണ്ടർ അറ്റാക്ക് ഗെയിം കളിക്കും, അദ്ദേഹം ഒരു 50 അടിക്കുന്നു. പവർ പ്ലേയിൽ RCB അടിച്ചതിനേക്കാളും കൂടുതൽ സ്കോർ അടിക്കുന്നു. 10 ഓവറിൽ RCB അടിച്ചതിനേക്കാളും കൂടുതൽ സ്കോർ അടിക്കുന്നു. അവിടെയൊക്കെ സർഫറാസ് ഖാൻ്റെ ഒരു ഇമ്പാക്റ്റ് ആട്ടോ. പിന്നീട് കാർത്തിക് ശർമ്മ വരുന്നു. 14 കോടിയുടെ മുതലാണ് അദ്ദേഹം വരുന്നു. അദ്ദേഹം ഒരു ഫിറ്റിന് ശ്രമിക്കുന്നു, അദ്ദേഹം പുറത്താവുന്നു. ദൂബെ 1-2 പിന്നൊക്കെ ചടങ്ങ് തീർക്കലാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഓവർട്ടൺ ആയാലും പ്രശാന്ത് വീർ ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിച്ചു. പ്രശാന്ത് വീറിന് തുടക്കം അല്പം സ്ട്രഗ്ലിംഗ് ആണെങ്കിലും അദ്ദേഹം ഒന്ന് സെറ്റായതിനു ശേഷം അദ്ദേഹം 1-2 നല്ല ഷോട്ട്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇന്ന് കളിച്ചത്. പിന്നെ ഓവർട്ടനും അദ്ദേഹത്തിൻ്റെ റോള് കുഴപ്പമില്ലാതെ ചെയ്തു. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു 200 മുകളിലോട്ടുള്ള സ്കോറിലോട്ട് CSK എത്തി. പക്ഷേ 250 എടുക്കാൻ സാധിക്കില്ല. ഈ ബാറ്റിംഗ് ഓർഡർ വെച്ചിട്ട് സാധിക്കില്ല എന്നല്ല, പക്ഷേ CSKയുടെ അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് ഇവർക്ക് പറ്റൂല എന്ന് നമ്മൾക്ക് കളി തുടങ്ങണേക്കാൾ മുന്നേ അറിയാം. അതുകൊണ്ടാണ് അതിൽ പിന്നെ RCBയുടെ ബോളിംഗ് ക്വാളിറ്റിയും നമ്മൾ പറയേണ്ടതുണ്ട്. അവർ കൃണാൽ പാണ്ഡ്യയുടെ ഓവറുകൾ ക്രൂഷ്യലാണ്. സുയാഷ് ശർമ്മയുടെ ഓവറുകളൊന്നും അധികം റൺസ് വന്നില്ല. മിഡിൽ ഓവറിൽ സ്പിന്നേഴ്സ് അവർ ടൈറ്റ് ചെയ്യും. സംഭവം ഒന്ന് ടൈം ചെയ്താൽ 6 ആക്കുന്ന ദൂരമേ ഉള്ളൂ. കക്ഷം പൊക്കി അടിച്ചാൽ 6 ആവാവുന്നതേ ഉള്ളൂ ചിന്നസ്വാമിയിൽ. അൻഷുൽ കാംബോജ് 6 അടിക്കുന്നു, നൂർ അഹമ്മദ് 6 അടിക്കുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കില്ല. ഞാൻ സെക്കൻഡ് ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ കണ്ടാണ് അതിലോട്ട് എത്തില്ല എന്നുള്ളത്. ഇതിൽ തന്നെ ഇന്നത്തെ പരാജയം എന്ന് പറഞ്ഞാൽ CSKയുടെ ടോപ്പ് ഓർഡറാണ്. അതിൽ ആയുഷ് മാത്രമേ മാറ്റി നിർത്താം. അദ്ദേഹം കഴിഞ്ഞ കളി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചാണ്. ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ 10 റൺസ്, അതായത് 2 അക്കം പോലും കണ്ടിട്ടില്ല കഴിഞ്ഞ 3 കളികളായിട്ട്. 6, 7, 9. സഞ്ജു സാംസന്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റീസെൻറ്റ് മാച്ചസിലൊക്കെ അതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ T20 വേൾഡ് കപ്പിലായാലും അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്, ഒരു തണുപ്പൻ മട്ടിലാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഇംഗ്ലണ്ടിനെതിരെ, ന്യൂസിലാൻഡിനെതിരെയൊക്കെ ആ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു. അത് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ല, ആ ഇന്നിങ്സുകൾ കണ്ടവർക്കറിയാം. പക്ഷെ CSKയിലോട്ട് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടോ എന്ന് ചെറുതായിട്ട് തോന്നിപ്പോവും. ഹെഡ്ജൊക്കെ ആയിട്ട് പുറത്തോട് സ്ലിപ്പിൽ ഔട്ടാവുന്ന സഞ്ജു സാംസൺ അല്ലെങ്കിൽ സ്റ്റിക്ക് കുറ്റി പോകുന്നു. ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല സഞ്ജു സാംസന്റെ പെർഫോമൻസിൽ. ബാറ്റിംഗ് പെർഫോമൻസ് മാത്രമല്ല, ഒരു അപ്രോച്ച് കീപ്പിങ്ങിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നു സഞ്ജു സാംസന്റെ കയ്യിൽ നിന്ന്. എന്തോ ഒരു പ്രഷർ പുള്ളിക്കുള്ളവർ തോന്നുന്നു. പിന്നെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ ഗെയിം അല്ല. ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ യൂഷ്വൽ ഗെയിം ഇങ്ങനെയല്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഇത്രയും ഒരു മോശം ഗെയിം, അതായത് കഴിഞ്ഞ 2-3 സീസണായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്ലെയറാണ്. പവർ പ്ലേ കിഡിലനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. ഗ്യാപ്സ് കണ്ടെത്തി ബൗണ്ടറീസ് അടിക്കുന്ന പ്ലെയറാണ്. നല്ല എലഗൻ്റായിട്ട് ഷോട്ട്സ് അടിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക ഗെയിമേ അല്ല ഋതുരാജ് ഗെയ്ക്വാദ് കളിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഭയങ്കര പരാജയമാണ്, അത് പോട്ടെ എന്ന് വയ്ക്കാം. ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഒരു യൂഷ്വൽ ഗെയിമേ അല്ല അത്. വളരെ പാതറ്റിക്കായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. വളരെ പേടിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യുന്നത് അദ്ദേഹം. ബോളിൽ അല്ലാതെ അകന്നു പോകുന്നു, മറ്റേ പേടിച്ച് ബാറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നു നമുക്ക്. ഒരു യൂഷ്വൽ ഗെയിം അല്ല ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ യൂഷ്വൽ ഗെയിം അല്ല അത്. പണ്ട് മുംബൈക്കെതിരെ 3-4 വിക്കറ്റൊക്കെ പവർ പ്ലേയിൽ പോയിട്ട് ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് ടീമിനെ ഒരു 160+ ആയിട്ടുള്ളൊരു സ്കോറിലോട്ടൊക്കെ എത്തിച്ച് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ടായിരുന്നു. ബുംറേനൊക്കെ ഒരു ഫുൾ ടോസ് സ്വീപ്പ് ഷോട്ട് 6 ഒക്കെ അടിച്ചിട്ടുള്ള ആ ഒരു ഋതുരാജ് ഗെയ്ക്വാദിന് നിഴൽ പോലും അല്ല. എന്തോ കാണിക്കുകയാണ് പുള്ളി ആകെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ.
അപ്പോൾ ഈ ബാറ്റിംഗ് ഓർഡറിന് 220 എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് CSK എവിടെ എത്തൂല. പവർ പ്ലേയിൽ പോലും ഹെൻറിക്ക് മര്യാദയ്ക്ക് പന്തറിയാൻ പറ്റുന്നില്ല. തമ്മിൽ ഭേദം ഖലീൽ അഹമ്മദാണ്. പിന്നെ നൂർ അഹമ്മദിൻ്റെ കാര്യം, നൂർ അഹമ്മദ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഒന്നാമത് പിച്ചിന്ന് യാതൊരു സപ്പോർട്ടും ഇല്ല, പന്ത് യാതൊരു ടേണോ കാര്യങ്ങളോ ഇല്ല, വേരിയേഷൻസ് ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ തന്നെ പുള്ളിയുടെ ലെങ്ത്ത് ഭയങ്കര മോശമാണ്, ഭയങ്കര ഇറങ്ങിയിട്ട് പന്ത് കുത്തുവാണ്. ടിം ഡേവിഡ് പോലത്തെ ഒരു പ്ലെയർ, അത്രയും പവർ ഹിറ്ററായിട്ട് അത്രയും പവറുള്ളൊരു പ്ലെയറിന് ആ ലൈനിലൊക്കെ പന്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ആ ലെങ്ത്തിലൊക്കെ പന്തിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും പന്ത് സ്റ്റേഡിയത്തിന് പുറത്തോട്ടെത്തും. അത് തന്നെയാണെന്ന് കണ്ടത്. സെയിം ലെങ്ത്തിൽ സെയിമായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. അപ്പോൾ നൂർ അഹമ്മദ് ഭയങ്കര മോശമാണ്. അടുത്ത മത്സരത്തിൽ അക്കീൽ ഹുസൈൻ വരുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും. പിന്നെ അൻഷുൽ കാംബോജ് ആയാലും മാറ്റി ഹെൻറി ആയാലും ഖലീൽ അഹമ്മദ് ആയാലും പിന്നെ ഓവർട്ടൺ ആദ്യത്തെ 2 ഓവർ അടിപൊളിയായിട്ട് എറിഞ്ഞാണ്. പിന്നെയുള്ള ഓവറിലാണ് അടി കിട്ടിയത്, അതുകൊണ്ടൊന്നും പറയാനില്ല. അപ്പോൾ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഭയങ്കര ഒരു മോശം കളിയായിരുന്നു CSKയുടെ. പിന്നെ ബാറ്റിങ്ങിൽ 1-2 പേരെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാറ്റിങ്ങിലും മോശം, ഫീൽഡിങ്ങിൽ പരിതാപകരം. ബോളിങ്ങിലോട്ട് വരുമ്പോൾ അതിദാരുണം. CSK ഇത്രയും മോശമായിട്ട് ബോൾ ചെയ്തിട്ടില്ല. CSK ഫാൻസിന് ഏറ്റവും മോശമാണ്. അതിൽ 250 റൺസ് കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ CSKയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മോശം മാച്ചായിട്ട്, ഏറ്റവും മോശം ബോളിംഗ് പെർഫോമൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടേണ്ട ഒരു മത്സരമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും താഴെ പോകാനായിട്ട് ഇനി സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഈസ്റ്ററിൻ്റെ അന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കണ്ട ആരാധകർക്ക് ഭയങ്കര നിരാശ തന്നെയാണ്. നമ്മൾ ഓൾറെഡി കുഴിയിലായിരുന്നു, അവിടെ നിന്ന് ഒന്നുകൂടി ചവിട്ടി താഴ്ത്തി പാതാളത്തിലോട്ട് എത്തിക്കുന്ന രീതിയിലൊരു വൻ ജയം തന്നെയാണ് RCB സ്വന്തമാക്കിയേക്കുന്നത്. CSKയുടെ കഥം എന്ന് തന്നെ പറയാം. ഇനി ഇനിയിപ്പോൾ SRH ആയിട്ടും KKR ആയിട്ടും DC ആയിട്ടൊക്കെയാണ് മത്സരങ്ങൾ, 3 മത്സരങ്ങൾ, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും എല്ലാവരും കൂടി ഇരുന്ന് ചിന്തിക്കട്ടെ, എല്ലാവരും കൂടി വട്ടവളഞ്ഞിരുന്ന് ചിന്തിക്കട്ടെ. ഇനിയിപ്പോൾ എന്താണ് ഈ ടീമിൻ്റെ പ്രശ്നം, ആരെയാണ് മാറ്റേണ്ടത്. ആരെ മാറ്റിയാലും കൊണ്ടുവരാൻ വേറെ ആരും ഇല്ല, അത് വേറെ കാര്യം. 2-3 ഓവർസീസ് പ്ലെയേഴ്സ് ആയിട്ടൊക്കെയാണ് കളിക്കുന്നത്. 4 ഓവർസീസ് പ്ലെയേഴ്സിനെ ഫില്ല് ചെയ്യാൻ അത്രയും നല്ല ഓവർസീസ് പ്ലെയേഴ്സ് പോലും ഇല്ല. അപ്പോൾ എവിടെയാണ് പാളിയത്, എവിടെ തൊട്ടാണ് പാളിയത്, ആരെയൊക്കെയാണ് മാറ്റേണ്ടതെന്നൊക്കെ ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട്. RCBയുടെ കേസിലോട്ട് വരുമ്പോൾ ഫുള്ളി പോസിറ്റീവാണ്. ഇനിയിപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു സ്ലോ സ്റ്റാർട്ട് മാത്രമായിരിക്കും ചില ആർക്കെങ്കിലും പക്ഷെ ആരും അങ്ങനെ പറയില്ല വിരാട് കോഹ്ലി ആയതുകൊണ്ട്. പക്ഷേ വിരാട് കോഹ്ലിയുടെ ഒരു സ്ലോ സ്റ്റാർട്ട് പലപ്പോഴും ഇതിനും വലിയൊരു 250 എത്തിയായിരുന്നു ഒരു പക്ഷേ. വിരാട് കോഹ്ലി തുടക്കത്തിൽ തന്നെ അഗ്രസീവായിട്ട് കളിക്കുകയാണ്. 250 റൺസൊക്കെ അടിച്ചാൽ. അപ്പോൾ എന്തായാലും ടോട്ടലി ആസ് എൻ CSK ഫാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള ഡേ ആണ്. RCB ഫാൻസിന് വമ്പൻ ഡേ. CSKനെ പറത്തി അടിച്ചു എന്ന് തന്നെ പറയാം. ഗാലറിയിൽ നിന്ന് കണ്ടവർക്കൊക്കെ ഒരു ലൈഫ് ടൈം മാച്ച് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇങ്ങനെ 6 മഴയായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക്